എത്ര എണ്ണം വീട് വണ്ടിയിൽ നിന്ന് വീണ് പോകുന്നുണ്ടെന്നറിയാവോ? ഇവിടെ വരുമ്പോൾ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം പമ്മി പയ്യാണ് പോകുന്നത്. വീഴാന്ന് പറഞ്ഞാൽ പലരും കാലും വണ്ടിയല്ല കാലിരിക്കുന്നത്, കാല് റോഡിൽ വെച്ചോണ്ടാണ് ബൈക്കിൽ പോകുന്നത്. അല്ല, നുണയൊന്നുമല്ല. കാലുണ്ട് ഇങ്ങനെ അകത്തി വെച്ച് റോഡ് വണ്ടിയല്ല കാല് വെച്ചേക്കുന്നത്. കേരളത്തിലാകെ ഗതാഗത രംഗത്ത് വലിയ കുതിപ്പ് ഉണ്ടാകുമ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, അത് പത്തനംതിട്ട ജില്ലയുടെ വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ് ഈ റോഡുള്ളത്. പല ആളുകളും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭാഗ്യം കൊണ്ട് മാത്രമാണ്. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന റോഡ് കൂടിയാണ്. ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഈ റോഡിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അമ്മയോട് ചോദിക്കാം, അമ്മ ഈ റോഡ് എങ്ങനെയുണ്ട്? റോഡ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിട്ടില്ല. ആ പ്രാവശ്യം ഇങ്ങനെ ആയത്. പിന്നെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഒന്നുമില്ല. മനുഷ്യൻ കടന്നു പോകുമ്പോൾ വീടുമ്പോൾ എൻ്റെ അമ്മ ഓടി വന്നു വിളിക്കണ്ട അങ്ങനെയൊക്കെയുള്ള ഇതല്ലാതെ മനുഷ്യൻ നടന്നു പോകണ്ടേ, വണ്ടി പോകണ്ടേ. ഇത് രംഗം ഒന്ന് കാണിച്ചു വെച്ച് തന്നേച്ചാൽ മതി. അല്ലാതെ എനിക്കൊരു വിഷയം പറയാൻ. എത്ര എണ്ണം വീട് വണ്ടിയിൽ നിന്ന് വീണ് പോകുന്നുണ്ടെന്നറിയാവോ? ഇവിടെ വരുമ്പോൾ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാം പമ്മി പയ്യാണ് പോകുന്നത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പെൺപിള്ളേർ പോകുമ്പോഴാണ് ഭയങ്കര പേടി. ഇവിടെ വന്ന് പയ്യെ നിർത്തി നടന്നു പോകുന്നതൊക്കെയാണ് വണ്ടിക്ക് പോകുന്നത്. ഇത് പോണക്ക് ഒരു കാലമായിട്ടില്ല. ഞങ്ങൾക്ക് വീതി കൂട്ടി തന്നില്ലേലും ഉള്ളതൊന്ന് നന്നാക്കി തരുന്ന നല്ലത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോണക്ക് ചെയ്യണം. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം എന്നാണ് LDF പറയുന്നത്. നിലവിൽ വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, UDF ആണ്. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിനെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അച്ഛനോട് ചേരുകയാണ്. വളരെ മോശമാണല്ലോ അവസ്ഥ. വളരെ മോശമാണ്. ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ വെള്ളം വലിച്ചോ ഇടകഴി പോലെയാണ് റോഡ് കിടക്കുന്നത്. അല്ലാതെ ഇപ്പം ആൾക്കാരൊക്കെ വീഴാന്ന് പറഞ്ഞാൽ പലരും കാലും വണ്ടിയല്ല കാലിരിക്കുന്നത്, കാല് റോഡിൽ വെച്ചോണ്ടാണ് ബൈക്കിൽ പോകുന്നത്. അല്ല, നുണയൊന്നുമല്ല. കാലുണ്ട് ഇങ്ങനെ അകത്തി വെച്ച് റോഡ് വണ്ടിയല്ല കാല് വെച്ചേക്കുന്നത്. അതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥി അമൽ വിളിച്ചിരുന്നു. അമൽ, കേട്ടല്ലോ ഈ റോഡിൻ്റെ അവസ്ഥ. LDF എന്താണ് ഇത് കോൺഗ്രസ് ആണ് നിലവിൽ ഭരിക്കുന്നത്, UDF ആണല്ലേ? ഈ വിഷയത്തിൽ LDFിൻ്റെ നിലപാട് എന്താണ്? LDF എന്ത് പറഞ്ഞാണ് വോട്ട് നേടുന്നത്? ഏതാണ്ട് 50 കൊല്ലമായി UDF ഭരണസമിതിയുള്ള പഞ്ചായത്താണ്. 50 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ഈ നാട്, ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ ഈ നാടിൻ്റെ വികസനം നിൽക്കുന്നത്. കേരളത്തിലെമ്പാടും വലിയ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ വികസനം സംഭവിക്കുമ്പോൾ വെച്ചുച്ചിറ പഞ്ചായത്തും, പ്രത്യേകിച്ച് വെച്ചുച്ചിറ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ റോഡ്, അടിസ്ഥാന സൗകര്യമായ റോഡ് പോലും ഇല്ലാത്തൊരു സാഹചര്യം. ഈ റോഡെന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. പെരിന്തേനരുവിയിലേക്ക് പോകാൻ കഴിയുന്ന റോഡിതാണ്. ഏതാണ്ട് 100-ലധികം വരുന്ന ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന കുരുമൻമുഴിയിലേക്ക് പോകുന്ന റോഡിതാണ്. ഒരു LP സ്കൂളിലേക്ക് പോകുന്ന റോഡിതാണ്. സെൻറ്റ് തോമസ് പള്ളിയിലേക്ക് പോകുന്ന റോഡ് ഇതാണ്. ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ അവസ്ഥയാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഒരു തരത്തിലും ഇരുചക്രത്തിൽ വരുന്ന ആളുകൾ നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ റോഡ് തീർച്ചയായും നല്ലതാവേണ്ടതുണ്ട്. കേരളത്തിലെമ്പാടും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുമ്പോൾ, റോഡുകൾ നന്നായി വരുമ്പോൾ ഈ റോഡും അങ്ങനെ തന്നെ ഉണ്ടാവണം. ആ റോഡ് എന്തായാലും ഏറ്റവും നന്നായി തന്നെ പണിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ്. അമൽ SFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന ഭാരവാഹിയുടെ സംസ്ഥാനത്തുടനീളം SFIക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അമൽ. പക്ഷേ ഈ വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തിലും നിങ്ങളുടെ നിരവധി സമരങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നിരവധി വിഷയങ്ങൾ ഉയർത്തി ഇവിടെ കോൺഗ്രസ് ഭരണസമിതിക്ക് സമരങ്ങൾ നടത്തിയിരുന്നു അല്ലേ? നിരന്തരമായി സമരങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ഏറ്റവും അവസാനം നടന്നത് ഈ നാട്ടിൽ ഏതാണ്ട് 5 മനുഷ്യരെയാണ് പേപ്പട്ടി കടിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അതിൻ്റെ അത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അതിനോട് വലിയ അനാസ്ഥയാണ് ഈ വെച്ചുച്ചിറയിലെ പഞ്ചായത്ത് ഭരണകൂടം സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ വലിയ സമരമായി മാറേണ്ടത് വന്നു. അതിനു മുമ്പ് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകൾ, തകർന്ന വീടുകൾ, ചോർന്നൊലിക്കുന്ന വീടുകൾ അങ്ങനെയുള്ളപ്പോൾ വെച്ചുച്ചിറ പഞ്ചായത്ത് ആ മെയിൻ്റനൻസ് തുക നൽകാതെ ഏതാണ്ട് 2.25 കോടി രൂപയുടെ വലിയൊരു മണിസൗധമാണ് പഞ്ചായത്ത് ഓഫീസായി പണിത്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ നടന്ന അഴിമതിക്കെതിരെ വലിയ സമരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ 5 വർഷക്കാലം നിരന്തരമായി വെച്ചുച്ചിറ പഞ്ചായത്തിൽ അഴിമതിക്കെതിരെ, സ്വച്ഛനപക്ഷപാതത്തിനെതിരെ ഒക്കെ സമരം നടത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിട്ടുള്ളത്. നമ്മൾ നാട്ടിലേക്കൊരു പ്രകടന പത്രികയിലെ സ്വന്തം വാർഡിൽ എന്തൊക്കെ നടപ്പാക്കുന്നത്, അപ്പോൾ അതെന്തൊക്കെയാണ് ആ പ്രകടന പത്രിക പറഞ്ഞത്? ഒരു വ്യത്യസ്തമാണ്, ഒരു വാർഡ് മെമ്പർ ഒരു പ്രകടന പത്രിക ഇറക്കുക എന്നുള്ളത്. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രകടന പത്രിക നല്ല നാളേക്കായി, ഫോർ ബെറ്റർ ടുമോറോസ് എന്നാണ് ആ പ്രകടന പത്രികയുടെ പേര് തന്നെ. അപ്പോൾ ഒരു നല്ല നാളെ, ഒരു പുതിയ നാടിനെ സൃഷ്ടിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് എഴുതി തയ്യാറാക്കി തന്നെ മുൻകൂട്ടി നൽകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, കാർഷിക മേഖലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പെരുന്തേനരുവി പോലെ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച പെരുന്തേനരുവി പോലെയുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ വാളിൽ കൂടിയാണ്. അപ്പോൾ അവിടെ കേരള സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി വലിയ ടൂറിസം പദ്ധതികൾ ഉണ്ടാക്കി അവിടെ ഈ തദ്ദേശീയരായ ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് ഉൾപ്പെടെ ഈ നാട്ടിൽ റോഡുകൾ ഏതാണ്ട് 10ഓളം റോഡുകളാണ് തകർന്ന് കിടക്കുന്നത്. ആ റോഡുകൾ ഉൾപ്പെടെ അതിലുപരി വഴിയില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഏറ്റവും ജീവിതത്തിലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന സർവ്വസാധാരണക്കാരായ മനുഷ്യർ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. അവിടെ വഴിയില്ലാത്ത മൃതശരീരം പോലും സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവസാനം വെക്കാൻ കഴിയാത്ത ദാരുണ സാഹചര്യമുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രി നടക്കാൻ കഴിയാത്ത അമ്മമാർ, വീൽ ചെയറിലിരിക്കുന്ന അമ്മമാരുണ്ട് ഈ വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ. അവിടെ നാട്ടുകാർ കൂടി ചുമന്നാണ് റോഡിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ വളരെ ദാരുണമായ ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെയൊക്കെ നല്ല വഴിയുണ്ടാവണം. വഴിവിളക്കുകളില്ലാത്ത പ്രദേശങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ വീടുകളിൽ വെള്ളമെത്താത്ത വീടുകളുണ്ട്. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾക്കകത്ത് ഇന്നും ഒരുപാട് പിന്നിലാണ് ഈ വാർഡ്. അതുപോലെ ഈ ചാത്തന്തറ ജംഗ്ഷൻ എന്ന് പറയുന്നത് 50 വർഷം കോൺഗ്രസ് ഭരിച്ച വാർഡ്. 50 വർഷം കോൺഗ്രസ് ഭരിച്ചു. ഈ പഞ്ചായത്തിൽ ഒരിടത്തും ഒരു പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ്, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണല്ലോ, വെയിറ്റിംഗ് ഷെഡ് പോലും ഈ പഞ്ചായത്തിൽ എവിടെയും പഞ്ചായത്തിൻ്റേതായ ഒരെണ്ണം കാണാനില്ല. പബ്ലിക് ടോയ്ലറ്റുകളില്ലാത്ത കേരളത്തിലെ ഒരേ ഒരു പഞ്ചായത്ത് ഒരു പക്ഷം നമ്മുടേതായിരിക്കും. അപ്പോൾ അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾക്കകത്ത് പോലും എങ്ങുമെത്താത്ത നാടായി മാറുകയാണ്. അപ്പോൾ ആ നാടിന് പുതിയ നിലയുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കൃഷി ചെയ്യാത്ത ഒരുപാട് പറമ്പുകളുണ്ട്. അതൊക്കെ ഏറ്റെടുത്ത് ഈ നാട്ടിൽ കൃഷി ചെയ്തുകൊണ്ട് ഈ നാടിൻ്റേതായ ഒരു ഉൽപ്പന്നം തന്നെ ഇറക്കാൻ കഴിയണം. അത് പുറം ലോകത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന നിലയുണ്ടാവണം. അങ്ങനെ ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ബ്ലഡ് ഫോറം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ നിലവിൽ തന്നെ. അതുപോലെ തന്നെ കോവിഡും പ്രളയവും ഒക്കെ അതിജീവിച്ചൊരു നാടാണ്. ആ അതിജീവനത്തിൽ എങ്ങനെയാണോ ഈ നാട്ടിൽ ഞങ്ങളെല്ലാം ചേർന്നത്, അതുപോലെ പൊതുവായ രാഷ്ട്രീയ മത ഭേദമന്യേ ഇവിടുത്തെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്ന പ്രത്യേക സാഹചര്യങ്ങളെ നേരിടാൻ ഒരു സമൂഹത്തെ തന്നെ ഇവിടെ നിർമ്മിച്ചെടുക്കും. അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നല്ല നാളേക്കായി എന്ന എൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു വെക്കുന്നത്. ഈ അമൽ പറയുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, അമൽ ഈ സമരങ്ങൾ മാത്രമല്ല, നാട്ടിൽ ലൈബ്രറി അതൊരു പൊതുജന പങ്കാളിത്തം നടത്തുന്ന അതിൻ്റെയും നേതൃത്വം നൽകുന്ന അമൽ തന്നെയാണ്. ഡിവൈഎഫ്ഐയുടെ ആളുകളുടെ വീട്ടിൽ പോയി പുസ്തകം കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടനവധി വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരു ജനപ്രതിനിധി അല്ലാതെ ഇരുന്നിട്ട് പോലും നാട്ടിന് ഉപകാരമായി ചെയ്യുന്ന വ്യക്തി കൂടിയാണ്. എന്തായാലും വിജയാശംസകൾ നേർന്നു. ക്യാമറമാൻ അഖിലേഷ് കൊടുമ്പണ്ടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.